കൊല്ലാർപ്പാടം ബസ് അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്ത്. ബസ്സിൻ്റെ ബ്രേക്ക് നഷ്ടമായതിന് പിന്നാലെയാണ് അപകടമുണ്ടായത്. ആംബുലൻസിലും ബൈക്കുകളിലും ബസ് ഇടിച്ചു. ഡ്രൈവർ ട്രക്കിൽ ബസ് ഇടിച്ചു നിർത്തിയതോടെയാണ് വൻ അപകടം ഒഴിവായത്. ഇതിൻ്റെ വിവരങ്ങളുമായി ഇപ്പോൾ തിയോഫിൻ കൂടി ചേരുന്നു. തിയോഫിൻ, ഇതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തെത്തുകയാണ്. അജിംഷാദ്, 30-ാം തീയതി രാത്രിയാണ് ഈ അപകടമുണ്ടാകുന്നത്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന് സമീപത്തായിരുന്നു അപകടം. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണിത്. ഈ രാത്രിയിൽ 30-ാം തീയതി രാത്രിയിലുണ്ടായ അപകടത്തിൽ ഗോശ്രീ പാലം കയറി വരുന്ന ബസ്സാണ് ബ്രേക്ക് നഷ്ടപ്പെട്ടത്. അതിനുശേഷം ബസ് ഈ ബ്രേക്ക് നഷ്ടപ്പെടുകയും തുടർന്ന് മുന്നിലുണ്ടായിരുന്ന ആംബുലൻസ് ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളിൽ, ഇരുചക്ര വാഹനങ്ങളിലും ഒക്കെ ഇടിച്ച് അപകടത്തിൽ പെടുകയായിരുന്നു. നിരവധി പേർ, 20ഓളം പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത്. പക്ഷേ ഈ CCTV ദൃശ്യങ്ങളിൽ, ഇന്ന് പുറത്തു വന്ന CCTV ദൃശ്യങ്ങളിൽ ബസ്സിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതായി ഡ്രൈവർ വിളിച്ചു പറയുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൂടി കേൾക്കാവുന്നതാണ്. ഈ ബ്രേക്ക് നഷ്ടപ്പെട്ടത് വളരെ പെട്ടെന്ന് മനസാന്നിധ്യം വീണ്ടെടുത്ത ഡ്രൈവർ ഒരു ട്രക്കിലിടിച്ച് ബസ് നിർത്തുകയായിരുന്നു. ഇതിനെ തുടർന്ന് വലിയ അപകടമാണെന്ന് കാണുമെങ്കിലും ഈ 20ഓളം പേർക്ക് പരിക്കേൽക്കുക മാത്രമാണ് ഉണ്ടായത്. വളരെ മനസാന്നിധ്യം വീണ്ടെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ ബസ് ട്രക്കിലിടിച്ച് നിർത്താൻ കഴിഞ്ഞതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. ഇത്രയധികം യാത്രക്കാരുമായി ഈ ഗോശ്രീ പാലം കടന്ന് വന്ന ബസ് ഒരു പക്ഷേ ഈ ട്രക്കിലിടിച്ച് നിന്നതുകൊണ്ടാകാം കൂടുതൽ പേർക്ക് കൂടുതൽ കാഷ്വാലിറ്റി ഒന്നും ഉണ്ടാകാതിരുന്നത്. എന്തായാലും സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. ഞെട്ടിക്കുന്ന ഈ ദൃശ്യങ്ങൾ, ഇതിൽ വളരെ വ്യക്തമാണ് ബസ് കടന്നു വരുമ്പോൾ തന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ബസ് മുന്നിലുള്ള വാഹനങ്ങളിൽ ഇടിക്കുന്നതും ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ ഇടിക്കുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയും കാർ യാത്രക്കാരും ബൈക്ക് യാത്രക്കാരും ഉൾപ്പെടെ 20ഓളം പേർക്ക് പരിക്കേറ്റു. ഈ ബസ് ഡ്രൈവർക്കും ചെറിയ രീതിയിൽ, വലിയ ഗുരുതരമല്ലാത്ത രീതിയിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അജിംഷാദ്. ശരി, തിയോഫിനാണ് ദൃശ്യങ്ങൾ കൂടി നൽകി വിവരങ്ങൾ നൽകിയത്.